Good morning, fighters. ഹിന്ദു ന്യൂസ് പേപ്പർ റീഡ് ആൻഡ് അനാലിസിസ് വിത്ത് ജോബിനസ് കൂട്ടാരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹിന്ദു പത്രം 45 മിനിറ്റിനുള്ളിൽ നമ്മൾ വായിച്ചു തീർക്കുന്ന, അനലൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. ഡിഫറെന്റ് ഡയമെൻഷൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയവയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു അനാലിസിസിൽ കാണുന്നത്. ആദ്യത്തെ വാർത്ത, ഫ്രണ്ട് പേജിൽ നിന്ന് ഒരു സിവിൽ സർവീസ് ആസ്പിരന്റിന് വായിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇൻ എ തോ സെന്റർ ഓഫേഴ്സ് ടു പുട്ട് ഓഫ് ഫാം റിഫോംസ് ഫോർ 18 months എന്നുള്ള വാർത്തയാണ്. അതായത് 18 മാസം അതിനുള്ളിൽ, അത്രയും നാളത്തേക്ക് ഇത് മാറ്റിവെക്കാം, അതിനുശേഷം ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കാം, അതിനുവേണ്ടി ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യാം എന്നുള്ള ഒരു ആശയം സെൻട്രൽ ഗവൺമെന്റ് മുൻപോട്ടേക്ക് വെച്ചിരിക്കുന്നു. അപ്പൊ യൂണിയൻ ലീഡേഴ്സ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ സെൻട്രൽ ഗവൺമെന്റ് ഇതുമായിട്ട് ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. ഇതാണെങ്കിലും ചർച്ച നടക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. 10ാമത്തെ റൗണ്ട് ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഹിന്ദു എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ജനുവരി 26 റിപ്പബ്ലിക് ഡേയിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിലെ റിംഗ് റോഡിൽ അവർ ഒരു സമരം നടത്തും, ട്രാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സമരം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാർഷിക ബില്ലുകൾ, അതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ, ഇതെല്ലാം തന്നെ വളരെ ആക്ടുകളിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളെല്ലാം തന്നെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. മറ്റൊരു വാർത്ത, കേരളത്തിൽ കോവിഡ് കേസസ് കഴിഞ്ഞ ഫ്യൂ ഡേയ്സിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായി. ടെസ്റ്റ് ചെയ്തതിൽ ഏതാണ്ട് 11.8% ആളുകൾ കോവിഡ് പോസിറ്റീവായി കാണപ്പെട്ടു എന്നുള്ളതാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ജോ ബൈഡൻ സോൺ ഇൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു സിവിൽ സർവീസ് ആസ്പിരന്റിന് എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്? പ്രത്യേകിച്ചും ഫോറിൻ പോളിസിയിലുള്ള ഷിഫ്റ്റ്. കമല ഹാരിസ് ആദ്യത്തെ വുമൻ വൈസ് പ്രസിഡന്റായി അമേരിക്കയിലെ. ഇൻഡോ അമേരിക്കനാണ്, ആഫ്രിക്കൻ അമേരിക്കനാണ്. അച്ഛൻ വഴിക്ക് ആഫ്രിക്കൻ അമേരിക്കനും അമ്മ വഴിക്ക് ഇൻഡോ അമേരിക്കനുമാണ്. അപ്പോൾ ആ ട്രാൻസ്ഫർ ഓഫ് പവർ വാസ് നോട്ട് പീസ്ഫുൾ. എന്താ എന്ന് പറഞ്ഞാലും ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക് ആണ് അമേരിക്ക. പക്ഷെ ജോസഫ് ബൈഡൻ ജൂനിയർ, അദ്ദേഹം അമേരിക്കയുടെ 46ാമത്തെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് നമുക്കറിയാം ക്യാപിറ്റൽ ഹില്ലിൽ നടന്ന ഇലക്ഷൻ റിസൾട്ടിനെ തുടർന്ന് നടന്ന സമര പരിപാടികൾ ലോക മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. പലപ്പോഴും രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് അത് മാറിയിരുന്നു. ഇത് അമേരിക്കയുടെ ദിനമെന്നാണ് ഈ ദിവസത്തെക്കുറിച്ച് ജോ ബൈഡൻ പ്രസ്താവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇത് ചരിത്രപരമായ ദിനമാണ്, പ്രതീക്ഷയുടെ ദിനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജനുവരി 6 നടന്ന ക്യാപിറ്റൽ ഹിൽ വയലൻസിന് അത് ഇലക്ഷനെ അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നു, പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ചു എന്നുകൂടി അദ്ദേഹം പറയുന്നു. കമല ദേവി ഹാരിസ് ആഫ്രിക്കൻ അമേരിക്കൻ, ഇന്ത്യൻ അമേരിക്കൻ ആണ്. സുപ്രീം കോടതി, ഇതിൽ ഏറ്റവും വലിയൊരു രസം എന്ന് വെച്ചാൽ അമേരിക്ക എത്ര പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റി. അവിടെ അമേരിക്കയുടെ ടോപ്പ് കോർട്ടിന്റെ, സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് ആയിട്ട് അധികാരമേറ്റിരിക്കുന്ന സോണിയ സൊട്ടോമേയറാണ്. ഷീസ് ഫ്രം ലാറ്റിന അമേരിക്കൻ. സോ വ്യത്യസ്തമായ ലീനിയേജ് ഉള്ള ആളുകൾ കടന്നു വരുന്നു എന്നുള്ളത് അഭിമാനാർഹമാണ്. മോഡി കൺഗ്രാറ്റ്സ് ചെയ്തിട്ടുണ്ട്. പോളിസീസിൽ മാറ്റങ്ങൾ വരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോ ബൈഡൻ അധികാരമേറ്റ ഉടൻ തന്നെ വലിയ നടപടികളിലേക്കാണ് വരുന്നത്. കാരണം കൊറോണ വൈറസ് ബാധ മൂലം 4 ലക്ഷം അമേരിക്കക്കാരാണ് മരിച്ചത്. ധാരാളം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. റേഷ്യൽ ജസ്റ്റിസ് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത് എന്നുള്ളത് നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു സംഗതിയാണ്. ബേർഡ് ഫ്ലൂ കുട്ടനാടിൽ വീണ്ടും. അപ്പോൾ ഈ ബേർഡ് ഫ്ലൂ, ഫ്രഷ് ഏവിയൻ ഇൻഫ്ലുവൻസയെ കുറിച്ചാണ് ഇത് വായിക്കേണ്ടതാണ്. H5N8 ആണ് ഇത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. H5N8 പ്രിലിമിനറി ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളതാണ്. ഏവിയൻ ഇൻഫ്ലുവൻസ ഫ്ലൂ ഇത് കാറ്റഗറിയിലാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അടുത്ത പേജ് ലോക്കൽ പേജാണ്. നമുക്ക് കാര്യമായ വാർത്തയൊന്നും തന്നെ ആവശ്യമുള്ളത് അതിനകത്തില്ല. അടുത്ത പേജ് ഒരു പരസ്യമാണെന്ന് തോന്നുന്നു, ഫുൾ പേജ് പരസ്യമാണ്, ആവശ്യമുള്ള കാര്യമല്ല. അതിനടുത്ത പേജിൽ
ലോക്കൽ പേജ് തന്നെയാണ്. ലോക്കൽ പേജ് ചിലപ്പോൾ ചില പോളിസീസ് ഒക്കെ വരും, ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല. ഫേക്ക് ഓൺലൈൻ വാഴ്സിറ്റീസ് ബാക്ക് ഇൻ ബിസിനസ്. വീണ്ടും ഡീലിറ്റ് ബിരുദങ്ങൾ, ഡോക്ടറേറ്റ് ബിരുദങ്ങൾ ഫേക്ക് ആയിട്ട് നൽകുന്ന യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. മേ ബി യു ക്യാൻ റീഡ്. കാരണം നമുക്കറിയുന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ രംഗത്തൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസ് നമ്മൾ തീർച്ചയായിട്ടും അത്തരം ആക്ടിവിറ്റീസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ്. ഇനി നമ്മൾ ഇന്ന് എഡിറ്റോറിയൽസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ എഡിറ്റോറിയലിൽ നമ്മൾ കൊടുക്കുന്ന ഡയമെൻഷൻസ് ആണ്. നമ്മൾ ഈ സിവിൽ സർവീസ് പഠിക്കുമ്പോൾ എഡിറ്റോറിയൽ എന്ത് ചർച്ച ചെയ്യും, ഇതിലെ ഫാക്ട്സ് അല്ല നമുക്ക് ആവശ്യം. ഇപ്പൊ ചില ആളുകൾ ഈ ന്യൂസ് പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഇതിലെ ചില ഫാക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫാക്ട്സ് അല്ല പ്രധാനം. ഫാക്ട്സിനേക്കാൾ പ്രധാനം എന്തൊക്കെ ഡയമെൻഷൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാം. ഒരു കാര്യത്തെ ഡിഫറെന്റ് വ്യൂസിൽ നിന്നുകൊണ്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഒരു സിവിൽ സർവന്റിന് ആവശ്യം. ഈ എഡിറ്റോറിയൽ റീഡിങ്ങിലൂടെ, എഡിറ്റോറിയൽ അനാലിസിസിലൂടെ നിങ്ങൾ നേടേണ്ടത് അങ്ങനത്തെ ഒരു സ്കില്ലാണ്. ഫാക്ട്സ് സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചു പോകും. അതിനപ്പുറത്തുള്ള ഡയമെൻഷൻസ് എത്രമാത്രം വിപുലീകരിച്ചു കൊണ്ടുവരാമോ അത്രമാത്രം നിങ്ങളുടെ ആൻസേഴ്സ് മികവുറ്റതാകാനുള്ള പോസിബിലിറ്റി കൂടുകയാണ്. മാനേജിങ് ദ റോൾ ഔട്ട് എന്നുള്ള പേരിൽ എഴുതിയിരിക്കുന്ന എഡിറ്റോറിയൽ, ഗവൺമെന്റ് മസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് പബ്ലിസൈസ് ദ റീസൺസ് ഫോർ വാക്സിൻ ഹെസിറ്റൻസി. വളരെ പെട്ടെന്ന് തന്നെ വാക്സിൻ കൊടുക്കാം. എമർജൻസി യൂസ്, റെസ്ട്രിക്റ്റഡ് എമർജൻസി യൂസ് എന്നുള്ള കാറ്റഗറിയിലാണ് അപ്രൂവൽ വന്നിരിക്കുന്നത് കോവാക്സിൻ, ഭാരത് ബയോടെക്കിൻ്റെ. പക്ഷേ അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഇൻഅഡ്വൈസബിൾ ഇൻ ദോസ് വിത്ത് ഹിസ്റ്ററി ഓഫ് അലർജി, ഫീവർ ആൻഡ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. ഇത് മൂന്നും ഉള്ളവർക്ക് ഇത് നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മെഡിക്കേഷൻ എടുക്കുന്നവർ, ബ്ലഡ് തിന്നേഴ്സ്, അവരുടെ ഇമ്മ്യൂണിറ്റി പൊതുവെ കുറവാണ്, അവർ വാക്സിൻ എടുക്കരുത് എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. മറ്റൊരു റെക്കമെൻഡേഷൻ, പ്രഗ്നന്റ് വുമണും ലാക്ടേറ്റിംഗ് മദേഴ്സും, മുലയൂട്ടുന്ന അമ്മമാരും വാക്സിൻ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമിലർ റെസ്ട്രിക്ഷൻ കോവിഷീൽഡിനും വന്നു. അപ്പോൾ എന്താണെങ്കിലും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്ന വാക്സിൻ ധാരാളം അതിൻ്റെ ലഭ്യത വളരെ കൂടി വരികയാണ്. അപ്പോൾ ഇവിടെ എല്ലാ വാക്സിനും ഒരു ഫോർമാലിറ്റിയാണ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഫാക്ട് ഷീറ്റും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ 2 വാക്സിൻസും നമ്മൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇവിടെ നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ കോവാക്സിൻ റോൾ ഔട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എഫിഷ്യൻസിയെ കുറിച്ചുള്ള വേണ്ടത്ര എവിഡൻസ് ഇല്ലാതെയാണ് എന്നുള്ളത് ഹിന്ദു ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പ്രൊട്ടക്റ്റീവ് ആണോ അല്ലയോ ഇതിനെക്കുറിച്ച് വേണ്ടത്ര എവിഡൻസ് ഇല്ല. അപ്പൊ ഹിന്ദു 2 അറ്റമാണ് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വാക്സിനേഷൻ നാളെ ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവരരുത്. അപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും സാനിറ്റേഷൻ വർക്കേഴ്സിനും ഒക്കെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് വേറെ ഒരു ചോയ്സ് ഇല്ല. പക്ഷേ 9 സംസ്ഥാനങ്ങൾ ഡാറ്റ പ്രൊവൈഡ് ചെയ്ത പ്രകാരം, ഹെൽത്ത് മിനിസ്ട്രിയുടെ ഡാറ്റ പ്രകാരം 70% വാക്സിനേഷൻ റേറ്റ് ഉണ്ട്. എന്നാൽ 3 സംസ്ഥാനങ്ങളിൽ 40% താഴെയുള്ളൂ. അപ്പോൾ ഒരു പകുതിയോളം സംസ്ഥാനങ്ങൾ മിഡിലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എലിജിബിൾ ആയിട്ടുള്ള ആളുകളിലേക്ക് നമ്മുടെ ഒരു ഷോർട്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് 1.4 മില്യണാണ്. 14 ലക്ഷത്തോളം ആളുകൾ. എത്രയും പെട്ടെന്ന് അവരിലേക്ക് ഇത് എത്തണം. ഈ ആക്സിലറേഷൻ ഈ ദിവസങ്ങളിൽ ഉണ്ടാവണം. ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. 2021 ഏറ്റവും മോസ്റ്റ് അവൈറ്റഡ് പ്രൊഡക്റ്റ് എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. ഹെൽത്ത് മിനിസ്ട്രി ഒഫീഷ്യൽസ് അവര് അതിനെക്കുറിച്ച് പറയുന്ന ആഡ്വേഴ്സ് ഇവന്റ്സ് ഫോളോവിങ് വാക്സിനേഷൻ ഹാവ് ബീൻ നെഗ്ലിജിബിളി ലോ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ്, ആളുകളുടെ കോൺഫിഡൻസ് കണക്കിലെടുക്കേണ്ടതുണ്ട്, അത് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അഡോപ്ഷൻ ട്രെൻഡ് എന്ന് പറയുന്ന അൺസർപ്രൈസിങ് ആണ്. മെഡിക്കലി ലിറ്ററേറ്റ് ആയിട്ടുള്ള റെസിപ്പിയൻസ് തീർച്ചയായിട്ടും മെഡിക്കൽ പ്രൊഫഷണൽസിലാണല്ലോ ഇത് കൊടുക്കുന്നത്. സേഫ് ഒരു വാക്സിൻ അവരെ സംബന്ധിച്ച് അവർക്ക് സേഫ്, എഫിഷ്യസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ വാക്സിൻ ഒരു ടെമ്പററി ഹെസിറ്റൻസിയിലാണ്
പുറത്തിറക്കിയിരിക്കുന്നതെങ്കിൽ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ കോൺഫിഡൻസ് എടുക്കേണ്ടതുണ്ട്, ചലഞ്ചസ് അതിനെ നേരിടേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹിന്ദു എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നു. രണ്ടാമത്തെ ഹിന്ദു എഡിറ്റോറിയലിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം പോൾ സെപ്പാട്ട് എന്നുള്ള പേരിലുള്ള ഒരു എഡിറ്റോറിയലാണ്. ഉഗാണ്ടയിൽ ഇലക്ഷൻ നടന്നിരിക്കുന്നു. അവിടെ ഉഗാണ്ട മുസേവിനി അദ്ദേഹം നീഡ്സ് ടു റീഇൻഫോഴ്സ് ദ പീപ്പിൾസ് ഫെയ്ത്ത് ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്. നമുക്കറിയാം യോവേരി മുസേവിനി ഉഗാണ്ടയുടെ 76 വയസ്സ് പ്രായമുള്ള ലീഡറാണ്. 1986 മുതൽ അധികാരത്തിലിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു വർഷം, ലോകത്തിലെ ഏറ്റവും അധികം വർഷങ്ങളായി ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും ഒരു ഓട്ടോക്രാറ്റിക് രീതിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹത്തിന് 59% വോട്ടും അദ്ദേഹത്തിന്റെ എതിരാളി റോബർട്ട് ക്യാഗുലനായി, അദ്ദേഹം ഒരു പോപ്പ് മ്യൂസിഷ്യനാണ്, അവിടെ അറിയപ്പെടുന്ന ബോബി വൈൻ എന്നാണ്, അദ്ദേഹം 34% വോട്ട് നേടിയെന്നാണ്. എന്നാൽ വൈൻ്റെ സപ്പോർട്ടേഴ്സ് പറയുന്ന ഇവിടെ ഫ്രോഡ് നടന്നു, വോട്ടിങ്ങിൽ ബാലറ്റ് പേപ്പർ പലപ്പോഴും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തന്നെ നടന്നു, ട്രാക്കിംഗ് ഡൗൺ നടന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ പലതവണ ഡീറ്റെയിൻ ചെയ്തു, അവിടെ നെറ്റിന്റെ കണക്ടിവിറ്റി ഇല്ലാണ്ടായി, അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണങ്ങൾ നടത്താൻ സാധിക്കാതെ വന്നിരുന്നു. അപ്പോൾ ഇലക്ഷൻ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ പ്രൂവ് ചെയ്യണമെന്നാണ്. പക്ഷേ ഈ ബോബ് ഡൈൻ അദ്ദേഹം ഇപ്പോൾ ഹൗസ് അറസ്റ്റിലാണ്. അതും വലിയൊരു പ്രശ്നമാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഇന്റർവെൻഷൻ ഉഗാണ്ട അനുവദിച്ചില്ല. ആഫ്രിക്കൻ യൂണിയനിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞത് അവിടെ ഇറഗുലാരിറ്റീസ് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദു ഇത്തരത്തിലുള്ള ഒരു എഡിറ്റോറിയൽ മുൻപോട്ടേക്ക് വെക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുവാൻ കൂടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടേത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ആളുകളുടെ ഒരു വിശ്വാസം ആർജിക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ലോക പൊളിറ്റിക്സിൽ എന്ത് നടക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്കൊക്കെയാണ് കടന്നു വരുന്നതെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വ്യൂ നമുക്കുണ്ടാവണം. ഓരോന്നിനെ കുറിച്ചും IR ബന്ധപ്പെട്ടും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത നമ്മളുടെ ഒരു ആർട്ടിക്കിൾ റിമൂവിങ് ദ ക്രീസസ് ഇൻ ഹൗസ് വർക്ക് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. നമുക്കറിയാം റീസെന്റ് പ്രത്യേകിച്ചും കമൽഹാസന്റെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി, അദ്ദേഹം രൂപം കൊടുത്ത പാർട്ടി റീസെന്റ് പറയുകയുണ്ടായി, സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ വീട്ടിലെ ജോലിക്ക് ആനുപാതികമായിട്ടുള്ള ശമ്പളം ഏർപ്പെടുത്തണം. The wife of service and labor to her husband as much as absolutely as the slave does to his master. അപ്പോൾ തീർച്ചയായിട്ടും ഫൈസൽ മുസ്തഫ അദ്ദേഹം ഈ ആർട്ടിക്കിളിൽ പറയുന്നത് സ്ത്രീകളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എലവേറ്റ് ചെയ്യപ്പെടണം. സോഷ്യൽ എസ്റ്റേറ്റിൽ അവരെ പലപ്പോഴും ദേവിയായിട്ട് ഒരു സൈഡിൽ ആരാധിക്കുന്നു, എന്നാൽ മറു സൈഡിൽ അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതും ഈ ആർട്ടിക്കിളിലൂടെ അദ്ദേഹം മുൻപോട്ടേക്ക് വെക്കുന്നു. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം, അദ്ദേഹം പുതിയൊരു പാർട്ടി രൂപം കൊടുത്തിട്ടുണ്ട്. ആ പാർട്ടി പറയുന്നത് സ്ത്രീകൾക്ക് സാലറിയാണ്. ഇത് നിങ്ങൾ രണ്ട് തരത്തിൽ ഈ ഒരു ചർച്ച ഒരുപക്ഷെ വരുന്ന വർഷത്തിൽ അവരുടെ കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഇന്നലെ ഹിന്ദു ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അപ്പോൾ അത് വെസ്റ്റ് ആവട്ടെ ഈസ്റ്റ് ആവട്ടെ എവിടെയും ഒരു ബർഡൻ പലപ്പോഴും സ്ത്രീകളിലുണ്ട്. ഹൗസ് ഹോൾഡ് വർക്ക് അവരുടെ മെയിൻ ഒക്യുപ്പേഷനായിട്ട് 159.85 മില്യൺ പറയുമ്പോൾ സെൻസസ് പ്രകാരം 5.79 മില്യൺ മെൻ മാത്രമേ ഇത് അവരുടെ മെയിൻ ഒക്യുപ്പേഷനായിട്ട് പറയുന്നുള്ളൂ. അദ്ദേഹം ഒരു ജഡ്ജ്മെന്റിൽ ജസ്റ്റിസ് തന്നെ പറഞ്ഞിട്ടുള്ളത്, NV രമണ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ധാരാളം ടൈം അവർ വർക്ക് ചെയ്യുന്നു, അൺപെയ്ഡ് കെയർ ഗീവിംഗ് സർവീസസ് വീട്ടിലെ ആളുകൾക്ക് കൊടുക്കുന്നു. ഫ്രഞ്ച് ഗവൺമെന്റിന്റെ കമ്മീഷൻ ഓൺ ദ മെഷർമെന്റ് ഓഫ് എക്കണോമിക് പെർഫോമൻസ് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്, ജർമ്മനിയിലെ സിറ്റുവേഷൻ, ഇറ്റലിയിലെ, UK ഫ്രാൻസിലെ, ഫിൻലാൻഡിലെയൊക്കെ സിറ്റുവേഷൻ, US ഒക്കെ പഠിച്ചിട്ട് എത്തിയൊരു കൺക്ലൂഷൻ ഉണ്ട്. അവരും പറഞ്ഞിരിക്കുന്ന അവരുടെ ഒരു സർവീസസ് നോക്കുവാണെങ്കിൽ ഏതാണ്ട് 612.8 ബില്യൺ അത്രയും രൂപയുടെ ഒരു സർവീസസ് ആണ് വരുന്നത് എന്നാണ്. സോ തീർച്ചയായിട്ടും ഈ ആക്ടിവിറ്റീസിന് അവർക്ക് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് ഇന്നത്തെ ആർട്ടിക്കിളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ കുറച്ച് കേസ് വന്നിരുന്നു ഇൻഷുറൻസ് കമ്പനികളുമായിട്ട്. ഹൗസ് വൈഫ്സ് ആണെങ്കിൽ കോമ്പൻസേഷൻ കുറച്ചു കൊടുക്കുകയും മറ്റുള്ളവരാണെങ്കിൽ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള ഈ കേസിൽ കോടതിയുടെ നിലപാട് എന്ന് വെച്ചാൽ
homemakers and not the recognition of a wife's right in her husband's income during the subsistence of marriage. ജസ്റ്റിസ് A.K. ഗാംഗുലി പറഞ്ഞിരിക്കുന്നത് പാർലമെന്റ് ആക്ട് പ്രകാരമാണ് സെൻസസിന്റെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ 36ഓളം കോടി സ്ത്രീകൾ ആസ് നോൺ വർക്കേഴ്സ് ആൻഡ് ക്ലബ്ഡ് ദം ടുഗദർ വിത്ത്, അവരെ നമ്മൾ ബഗേഴ്സ്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, പ്രിസണേഴ്സ്, ഇവരുടെയൊക്കെ ഹു ആർ നോട്ട് എൻഗേജ്ഡ് ഇൻ എക്കണോമിക്കലി അൺപ്രൊഡക്റ്റീവ് വർക്ക്, ആ കാറ്റഗറിയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് കോമൺ ലോ ഹൈറാർക്കിയെ കുറിച്ച്, മെരിറ്റൽ സ്റ്റാറ്റസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹോം മേക്കേഴ്സിന്റെ വർക്കായിട്ട് നമ്മൾ പലപ്പോഴും കണക്കിലെടുക്കേണ്ടതുണ്ട്, അതിന് വാല്യൂ കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് അവർ ഒരു രാജ്യവും അത് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, വൈഫ്സ് റൈറ്റ്സ് ഇൻ ഏണിങ്സ് ഓഫ് എനി സോർട്ട്. If a housewife worked for pay in or out the home, it was her husband's prerogative to collect her wages. അപ്പോൾ ഇസ്ലാമിക് ലോ ക്ലിയർലി മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട് 7th സെഞ്ചുറിയിലേത്. ഹസ്ബൻഡ്സ് വൈഫ്സിന് പേ ചെയ്യണം ഇഫ് ദേ ഡിസൈഡ് ടു സക്കിൾ ദെയർ ചിൽഡ്രൻ ആൻഡ് എൻറ്റൈറ്റിൽ ദം ടു സ്പെൻഡ് സർട്ടൻ പോർഷൻസ് ഓഫ് ഹസ്ബൻഡ്സ് മണി വിത്തൗട്ട് ഹിസ് കൺസെന്റ്. ഹസ്ബൻഡിന്റെ ഒരു വരുമാനത്തിന്റെ ഒരു ഭാഗം ഭാര്യമാർക്ക് ഉപയോഗിക്കാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സ്ത്രീകൾ വലിയ ചൂഷണത്തിന് കുടുംബങ്ങളിൽ ഇരയാകുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ മാരേജ് വിമൻസ് പ്രോപ്പർട്ടി ആക്ടിനെ കുറിച്ചുകൂടി ഈ ഒരു ലേഖനത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നു. നമുക്കറിയാം, മാരീഡ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ്. ഈ നിയമപ്രകാരം ഹസ്ബൻഡിന് എത്ര രൂപയുടെ ഡെപ്റ്റ് ഉണ്ടെങ്കിലും ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഈ മാരീഡ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഗതികളെല്ലാം ആ സ്ത്രീക്ക് കിട്ടും. ആ സ്വത്തിലൊന്നും മറ്റൊരാൾക്കും അവകാശമില്ല. ഇപ്പോൾ 5 കോടിയുടെ കട ഒരു ഹസ്ബൻഡിനുണ്ടെന്ന് വിചാരിക്കുക. അയാൾ മാരീഡ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോളിസിയുടെ വാല്യൂ 5 കോടിയാണെങ്കിൽ ഇത് കടക്കാർക്ക് കൊടുക്കേണ്ട കാര്യമില്ല, അത് ഈ കുട്ടിക്കും സ്ത്രീക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലപ്പോഴും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവരുടെ റൈറ്റ് നമ്മൾ തീർച്ചയായിട്ടും കണക്കിലെടുക്കണം. അവർക്ക് കൂടുതൽ വാല്യൂ നൽകണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ ചർച്ച ചെയ്യുന്നത്. അടുത്ത ഒരു ആർട്ടിക്കിൾ, ട്രൂ എംപവർമെന്റ് ഓൺ ദ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ എന്നുള്ള ഒരു ലേഖനമാണ്. അത് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ ഇലക്ട്രിസിറ്റി മേഖലയിൽ അക്കൗണ്ടബിലിറ്റി വരേണ്ടതിനെ കുറിച്ചും പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് വരേണ്ടതിനെ കുറിച്ചും ഒക്കെ തന്നെ പറയുന്നു. അപ്പം സപ്ലൈയുടെ ഒരു ക്വാളിറ്റിയെ കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിൾ അല്ല, ഞാൻ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നു. മറ്റൊന്ന് ഒരു മൊബിലൈസേഷൻ ആൻഡ് കോമ്പോസിറ്റ് കൾച്ചർ. ഈ ഒരു ആർട്ടിക്കിൾ ഒരു കൾച്ചറൽ ആർട്ടിക്കിളാണ്. ഇവിടെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ആവട്ടെ, ഇപ്പോഴത്തെ കർഷക സമരമാവട്ടെ, അതിലൊക്കെ സ്ത്രീകൾ കൂടുതലായിട്ട് പങ്കെടുക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്നത്തെ UP മുഖ്യമന്ത്രി പറഞ്ഞത്, നിങ്ങൾ ആണുങ്ങൾ വീട്ടിലിരുന്നിട്ട് സ്ത്രീകളെ പങ്കെടുപ്പിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. പക്ഷേ സുപ്രീം കോടതിയും സമാനമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടത്തിയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു കൾച്ചറൽ ചേഞ്ച് സമരങ്ങളിലാവട്ടെ ഒക്കെ തന്നെ കടന്നു വരുന്നുണ്ട്. ഒരു പോപ്പുലർ ഇമാജിനേഷനിൽ നിന്ന് മാറിയുള്ള മൂവ്മെന്റ്സ് രൂപം കൊള്ളുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മൾ അവിടെ കാണുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ഇന്നത്തെ പത്രത്തിലുള്ളത് IFFK-യുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് IFFK? നമുക്കറിയാം, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഫെസ്റ്റിവലാണ്, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, IFFK. അത് ഫെബ്രുവരി 10 ആരംഭിക്കാൻ പോവുകയാണ്. അതിൽ സിനിമകളെ കുറിച്ചും ഒക്കെയുള്ള ഒരു ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗോൾഡൻ ബിയർ, നോ ഇവിൾ തുടങ്ങിയ സിനിമകളുണ്ട്. ഇത് കൾച്ചറിന്റെ ഒരു പാർട്ടാണ്, അതുകൊണ്ട് പഠിക്കുക. ലെസോത്തോ എന്ന് പറയുന്ന രാജ്യം, അവിടെ നിന്നൊരു എൻട്രി ഉണ്ട്. ഫീച്ചർ ഫിലിംസ് വരുന്നു. റേഷ്യൽ ടെൻഷൻസിനെ കുറിച്ചുള്ള ഇത് വരുന്നു. ഇന്ത്യയിൽ നിന്ന് 2 മലയാള ഫിലിം, ഒന്ന് ചുരുളി ഹാസ്യം, അതുപോലെ കോശ ആൻഡ് സ്ഥൽപൂര്, അതും ഈ സുവർണ ചകോരത്തിന് വേണ്ടി മത്സരിക്കും. 2 സിനിമകൾ അതിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് സ്ത്രീകളാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. തുളസീന്ദ്രപുരത്തെ കുറിച്ചൊരു വാർത്ത, കമല ഹാരിസിന്റെ ആൻസെസ്ട്രൽ വില്ലേജ് ആണ്. അത് നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ വേരുകളുള്ള വ്യക്തിത്വമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബ്രെയിൻ ആക്ടിനെ കുറിച്ചാണ്. ബ്രെയിൻ ആക്ടിനെ കുറിച്ച് പലർക്കും അറിയില്ല. ബ്രെയിൻ ആക്ട് എന്ന് പറയുന്നത് വാട്സപ്പിന്റെ
കോ ഫൗണ്ടറാണ്. ജാക്ക് കൗനം, ബ്രയാൻ ആക്ടൺ, ഇവർ രണ്ടുപേരും കൂടിയാണ് വാട്സപ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിന് വിറ്റു. ഫേസ്ബുക്കിൽ ജോലിക്ക് അപേക്ഷിച്ച് ജോലി കിട്ടാതെ പോയ വ്യക്തിത്വമാണ്. ഇപ്പോൾ അദ്ദേഹം സിഗ്നൽ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ്. നോൺ പ്രോഫിറ്റ് സ്റ്റാറ്റസ് ആണ് അതിനുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിഗ്നലിലേക്ക് ഒരുപാട് ആളുകൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇത് ഡാറ്റ സേഫ്റ്റി അല്ലെങ്കിൽ ഡാറ്റ സെക്യൂരിറ്റിയും ഒക്കെ ആയിട്ടുള്ള ചർച്ചകൾ ഈ വാട്സപ്പിന്റെ പ്രൈവസി പോളിസിയിലുള്ള ചേഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കാരണമായി. അപ്പോൾ ഡാറ്റ സെക്യൂരിറ്റി, ഡാറ്റ സേഫ്റ്റി, ഡാറ്റ പ്രൈവസി, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരു GS ക്വസ്റ്റ്യന് പോസിബിലിറ്റി ഉണ്ട്, അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യന് പോസിബിലിറ്റി ഉണ്ട്. മറ്റൊരു വലിയ വാർത്ത, ബ്ലിങ്കൻ, പുതിയ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, നമ്മുടെ ഇന്ത്യയിലെ ഫോറിൻ മിനിസ്റ്റർക്ക് തുല്യമായ പദവിയിലുള്ള ആളാണ്. അദ്ദേഹം ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച്, അത് മെച്ചപ്പെടുത്തേണ്ടതിനെ കുറിച്ച്, ചൈനയെ നേരിടേണ്ടതിനെ കുറിച്ച്, ഇന്ത്യയുമായിട്ടുള്ള സ്ട്രോങ് റിലേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒബാമ അഡ്മിനിസ്ട്രേഷനും ഇന്ത്യയുടെയുമായിട്ടുള്ള ബന്ധം വളരെ ഡീപ്പൻ ചെയ്തിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യാനുള്ള പോളിസീസ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഈ ഒരു വാർത്തയിലൂടെ അദ്ദേഹം പറയുന്നു. ഇന്ത്യ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു മേജർ ഡിഫൻസ് പാർട്ട്ണർ ആണ് എന്നുള്ളത് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. അടുത്തത് നോക്കാം. അടുത്തത് ഡ്രാഗൺ ഫ്രൂട്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നിങ്ങളിവിടെ കാണുന്നുണ്ട്, ഈ ചിത്രത്തിൽ കാണുന്നതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗുജറാത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുപ്പിനെ കുറിച്ചുള്ള ഒരു വാർത്ത നമ്മളിവിടെ കാണുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിനെ കമലം എന്ന് ചെയ്യുകയാണ്. കാരണം എന്താണ്? പേര് മാറ്റുകയാണ്. അതിൻ്റെ ഷേപ്പും മറ്റുമൊക്കെ കണ്ടിട്ട്, ലോട്ടസും ഒക്കെ ആയിട്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ള പേര് കമലം ഫ്രൂട്ട് എന്ന പേരിൽ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്, അതിൻ്റെ സാൻസ്ക്രിറ്റ് നെയിം എന്താണ്, അതിൻ്റെ സയന്റിഫിക് നെയിം എന്താണ്, തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു ഇന്നത്തെ നമ്മുടെ അനാലിസിസ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ 2 രാജ്യങ്ങളിലേക്ക് വാക്സിൻസ് കൊടുക്കുന്നു. വലിയ ഒരു വാർത്തയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു സ്ട്രോങ് ഈ മേഖലകളിൽ റിസർച്ചിൽ നമ്മൾ വളരെ പോസിറ്റീവാണ്. ഭൂട്ടാനിലേക്കും മാലിയിലേക്കും കൊടുത്തു കഴിഞ്ഞു. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ നേടിയിരിക്കുന്ന ഒരു അഡ്വാൻസ്മെന്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല എക്സാമ്പിളിലൊക്കെ ഇത് കൊണ്ടുവരാൻ പറ്റും. GS എക്സാമ്പിൾസിൽ കൊണ്ടുവരാൻ പറ്റും. ട്രംപിന്റെ പോളിസി ബൈഡൻ റിവേഴ്സ് ചെയ്യുകയാണ് എന്നുള്ളൊരു വാർത്ത നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ചൈന സാങ്ഷൻസ് 28 ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒഫീഷ്യൽസ്. അപ്പോൾ ചൈനയും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പാർത്തൈഡ് ടാഗിനെ കുറിച്ചുള്ളതാണ്. പലസ്തീനിയൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വാർത്ത. ഇസ്രായേൽ റൈറ്റ്സ് ഗ്രൂപ്പ് ബ്രേക്സ് ടാബു വിത്ത് അപ്പാർത്തൈഡ് ടാഗ്. ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ജൂവിഷ് സ്റ്റേറ്റ് അപ്പാർത്തൈഡ് ഇൻ ഹിസ് ട്രീറ്റ്മെന്റ് ഓഫ് പലസ്തീൻസ്. എന്താ വെച്ചാൽ അപ്പാർത്തൈഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വേർതിരിച്ച ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനിയുള്ളത് ബിസിനസ് പേജാണ്. ജാക്മ, അലിബാബയുടെ ഫൗണ്ടർ, കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു പബ്ലിക് മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നിരിക്കുന്നു. IRFCയുടെ IPO ഇറങ്ങിയിരിക്കുന്നു, അതിനെക്കുറിച്ചൊരു വാർത്ത. എന്താണ് IPO? ഇനിഷ്യൽ പബ്ലിക് ഓഫർ. ഒരു കമ്പനി അതിന്റെ ഷെയർസ് പുറത്ത് വിൽക്കുകയാണ്, അതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് സ്പോർട്സ് പേജ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ വാർത്തയിലുള്ളത്. അപ്പോൾ ഹിന്ദു അനാലിസിസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ.